റബീതത്തുൽ മദാരിസുൽ ഇസ്ലാമിയുടെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളൊരു ഹ്രസ്വമായ കഥ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. എന്റെ കഥയുടെ പേരാണ് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിന് കുളിരണിയിക്കുന്ന ഒരു കാലച്ച. ഓരോ മരണത്തിനും കൊതിച്ചു പോകുന്നു. ആ പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിൽ അത് മറ്റാരുടെയുമല്ല, ലോകാനുഗ്രഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരുന്നു. മരുഭൂമിയിൽ നടന്നു പോവുകയായിരുന്നു മുത്തുനബി. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. മാൻപേട നബിയെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമായിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാ. അവരെന്നെ കാത്തിരിപ്പുണ്ടാകും. അവരെന്നെ കാണാത്ത കരയുകയായിരിക്കും. ഞാൻ അവർക്ക് പാലൂട്ട് ഉടനെ തിരിച്ചു വരും. തങ്ങൾ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നബിതങ്ങൾ മലമേനോട് പറഞ്ഞു, ആ മാൻ അഴിച്ചു വിടൂ. അതതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ട് ഉടനെ തിരിച്ചു വരും. മലമേന ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? മലമേന ഒന്നും ആലോചിച്ച ശേഷം വീണ്ടും ചോദിച്ചു, അന്നാ ഇതാകട്ടെ. ഇത് തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിന് പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കാമോ? നബിതങ്ങൾ പുഞ്ചരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. വീണ്ടും മലമേന ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ അറുത്തു കളയും. നബിതങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആ മാനിനെ മലമേൻ അഴിച്ചു വിട്ടു. അതിവേഗത്തിൽ ആ മാൻ ഓടി അതിന്റെ മക്കളുടെ അടുത്തേക്ക്. പറഞ്ഞ സമയം തീരാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേന്റെ കടാര പുന്നാര നബിതങ്ങൾ കഴുത്തിലോട്ട് നീളാൻ തുടങ്ങി. അപ്പോഴതാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് അതിവേഗത്തിൽ ആ മാൻപേട ഓടിയെത്തി. ഇത് കണ്ടു നിന്ന മലമേൻ അമ്പരന്നു പോയി. ഇതെന്തൊരു അത്ഭുതമാണ് ഈ കാണുന്നത്. ഉടനെ തന്നെ മലമേൻ നബിയോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പറഞ്ഞു. ഈ മലമേനൻ ഇസ്ലാം സ്വീകരിക്കുകയും ആ മാൻ അഴിച്ചു വരികയും ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഉദ്ധരിച്ചത് ഇമാം ബൈഹഖി റഹിമഹുമുല്ലാഹ് എന്നാണ് ഉദ്ധരിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 380